ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിലെ കമ്പനീസ് ആക്ട് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ കമ്പനീസ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. The first point, one person company. The act provide for the formation of one person company. It may have only one director and one shareholder. ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനീസ് ആക്ട് പുതുതായിട്ട് കുറച്ച് കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വൺ പേഴ്സൺ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി ആൻഡ് സ്മോൾ കമ്പനി എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫോം ചെയ്യുന്ന കമ്പനിക്ക് ഒരു ഒറ്റ ഷെയർ ഹോൾഡർ ഉണ്ടാവുള്ളൂ, അതേപോലെ ഒരൊറ്റ ഡയറക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഡയറക്ടറും ഒരു ഷെയർ ഹോൾഡറുള്ള കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വൺ പേഴ്സൺ കമ്പനി എന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വൺ പേഴ്സൺ കമ്പനി എന്നൊരു കൺസെപ്റ്റ് ഈ കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR എന്ന ഈ ടോപ്പിക്ക് കമ്മിങ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് CSR, എന്തൊക്കെയാണ് CSR ആക്ടിവിറ്റി, എത്ര എമൗണ്ട് CSR ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലവഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചില കമ്പനികൾ ഓരോ വർഷവും ഒരു നിശ്ചിത സംഖ്യ CSR ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലവഴിക്കണം. ഓക്കെ, അപ്പോൾ CSR ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇറാഡിക്കേഷൻ ഓഫ് ഹങ്കർ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, പ്രൊമോട്ടിങ് എഡ്യൂക്കേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സോഷ്യലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത സംഖ്യ ചിലവഴിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ CSR പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും അതിൻ്റെ വർക്കിംഗ് നടക്കുന്നില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു CSR കമ്മിറ്റിയെ കമ്പനി എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യണം. നെക്സ്റ്റ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അപ്പോൾ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നത് കമ്പനി ലോ ബോർഡും അതേപോലെ ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ള ഏജൻസി ആയിരുന്നു. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലും വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏജൻസിയാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അപ്പോൾ കോടതിയിലേക്ക് പോകാതെ തന്നെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വഴിയാണ് കമ്പനിയുടെ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ കമ്പനീസ് ആക്ട് 2013 ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ്, ക്ലാസ് ആക്ഷൻ സ്യൂട്ട്. ഇതൊരു കമ്പനീസ് ആക്ട് 2013 പുതിയൊരു കൺസെപ്റ്റാണ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടെ റൈറ്റിനെ പറ്റി മനസ്സിലാക്കാനും അതിനെപ്പറ്റി ബോധവാന്മാരാക്കാനും വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ക്രോസ് ബോർഡർ മെർജർ. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യൻ കമ്പനിയുമായി മെർജ് ചെയ്യാനും അതേപോലെ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ കമ്പനിയുമായി മെർജ് ചെയ്യാനുള്ള ഒരു ക്രോസ് ബോർഡർ മെർജർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ട് പ്രകാരം ഇപ്പോൾ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് ബോർഡർ മെർജർ ചെയ്യുന്നതിന് മുന്നേ RBIൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം, മെർജ് ചെയ്യാം. അതേപോലെ ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യൻ കമ്പനിയുമായിട്ടും എന്ത് ചെയ്യാം, മെർജ് ചെയ്യാം. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസൈഡർ ട്രേഡിങ്? പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള വ്യക്തികൾ അഥവാ ഡയറക്ടേഴ്സ്, കീ മാനേജറിയൽ പേഴ്സൺ അല്ലെങ്കിൽ കീ മാനേജറിയൽ പേഴ്സൻ്റെ ഫാമിലി മെമ്പേഴ്സ് തുടങ്ങിയവർ. ഓക്കെ, അപ്പോൾ അവർക്ക് കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് അല്ലേ. ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും കീ മാനേജറിയൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും CEO CFO ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. എന്നാൽ കമ്പനിയിലുള്ള ചില ഡിസിഷൻസ് അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൽ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അത്തരം പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആക്സസ് ആയിട്ടുള്ള വ്യക്തികൾ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങാനോ വിൽക്കാനോ പാടില്ല. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻസൈഡ് ട്രേഡിങ്ങും ഫോർവേഡ് ഡീലിങ്ങും സ്ട്രിക്റ്റ്ലി ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ്, സ്ട്രിക്റ്റ് റൂൾസ് ഫോർ ഓഡിറ്റേഴ്സ്. അക്കോർഡിംഗ് ടു ന്യൂ ആക്ട് അഥവാ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു ഓഡിറ്റർ അറിഞ്ഞുകൊണ്ട് കമ്പനിയെയോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെയോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റിയെ വഞ്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റർ പണിഷബിൾ ആകും, ജയിലിൽ പോകേണ്ടി വരും. മാക്സിമം 1 ഇയർ വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കൂടാതെ ഫൈൻ ഉണ്ടാകും. ഫൈൻ എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ കുറയാത്ത ഒരു എമൗണ്ട്, പക്ഷേ അത് മാക്സിമം എത്ര വരെ പോകും? 25 ലാക്ക് വരെ പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചിലപ്പോൾ ഒരുമിച്ചിട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കമ്പനീസ് ആക്ട് 2013 ഓഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് സ്ട്രിക്റ്റ് റൂളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ആൻ ഓഡിറ്റർ വിൽ ബി ആബിൾ ടു ഓഡിറ്റ് എ മാക്സിമം 20 കമ്പനീസ്. അപ്പോൾ ഒരു ഓഡിറ്ററിന് മാക്സിമം എത്ര കമ്പനിയെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 20 കമ്പനിയെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കൂടാതെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഡിറ്ററുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ഓഡിറ്ററിൻ്റെ ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ അല്ലേ. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏപ്രിൽ ടു 31 മാർച്ച് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് എന്നാണ് 31 മാർച്ച്. ഓരോ വർഷത്തിൻ്റെയും ഇയർ എൻഡ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31 മാർച്ചിലാണ്. ഓക്കെ, ഇനി ഒരു കമ്പനി 1st ഡേ ഓഫ് ജനുവരി എന്ന് വെച്ചാൽ 1st ജനുവരിയിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിലെ 31 മാർച്ചിനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1st ജാനുവരി 2020 ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 31 മാർച്ച് അല്ലേ. അപ്പോൾ 1st ഏപ്രിൽ ടു 31 മാർച്ചാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഒരു കമ്പനി ജനുവരി 1 2020 ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇയർ എൻഡ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് എന്നാണ്? 31 മാർച്ച് 2021. ശ്രദ്ധിക്കുക, 31 മാർച്ച് 2021. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് അലൗഡ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 200. അപ്പോൾ ആദ്യം എത്രയായിരുന്നു? 50 ആയിരുന്നു. ഇപ്പോൾ അത് മാക്സിമം എത്ര ആക്കി? 200 വരെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഡിഫൈൻഡ്. ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 166 അപ്പോൾ സെക്ഷൻ 166 എന്താണ് ഒരു ഡയറക്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ആ ഡയറക്ടർ പെർഫോം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ബോർഡ്. നമുക്കറിയാം കമ്പനി സ്വന്തമായിട്ട് കമ്പനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പനിയുടെ ഡിസിഷൻ എടുക്കുക ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ മെയിനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദ പ്രെസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ് ആർ റിക്വയർഡ് ടു അപ്പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് 1 വിമൺ ഡയറക്ടർ. അപ്പോൾ ഒരു വിമൺ ഡയറക്ടർ എന്ത് വേണം? നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അത് എല്ലാ കമ്പനികളും പറയുന്നില്ല. ചില ക്ലാസ് ഓഫ് കമ്പനീസിന് എന്ത് ചെയ്യണം? ആ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? ഒരു വിമൺ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യണം. കൂടാതെ അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ ഷുഡ് ബി എ പേഴ്സൺ ഹു ഹാസ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 182 ഡേയ്സ് ഇൻ ദി പ്രീവിയസ് ഇയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ മിനിമം 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ലിസ്റ്റഡ് കമ്പനി ടു ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഏത് കമ്പനിക്ക്? ലിസ്റ്റഡ് കമ്പനീസിൽ. ഓക്കെ, അപ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെ വേണം? ഒരു വിമൻ ഡയറക്ടർ വേണം. അപ്പോൾ പിന്നെ അതേപോലെ ഒരു റെസിഡൻറ്റ് ഡയറക്ടർ വേണം. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും വേണം. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്തിൻ്റെ കേസിലാണ് പറയുന്നത്? ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസസിലാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്. നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്. മിനിമം 7 days നോട്ടീസ് ടു ബി ഗിവൺ ടു ഓൾ ഡയറക്ടർ വെദർ ഓർ നോട്ട് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 ദിവസം മുന്നേ എങ്കിലും എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യണം, നോട്ടീസ് അയച്ചിരിക്കണം. അപ്പോൾ ആ ഡയറക്ടേഴ്സ് ഇന്ത്യയിലായാലും ഇന്ത്യയിലല്ല എങ്കിലും എന്ത് ചെയ്യണം, ഒരു 7 ദിവസം മുന്നേ എങ്കിലും മിനിമം 7 days നോട്ടീസ് അയച്ചിരിക്കണം. ഈ നോട്ടീസ് എന്തിൽ കൂടെ അയക്കാം? ബൈ ഹാൻഡ് ഡെലിവറി ആവാം, പോസ്റ്റലാവാം, അല്ലെങ്കിൽ ത്രൂ ഇമെയിൽ ആവാം. എങ്ങനെയും ആയിട്ട് ആ ഇൻഫോർമേഷൻ അവർക്കത് എത്തിക്കണം എന്നുള്ളതാണ്. ഇനി നോട്ടീസ് കിട്ടി, എങ്ങനെ മെമ്പേഴ്സ് പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ എനി അതർ ഓഡിയോ വിഷ്വൽ മീൻസിലൂടെ എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കമ്പനീസ് ആക്ട് 2013 ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി കണ്ണോടിക്കാം. 1% കമ്പനി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, ക്ലാസ് ആക്ഷൻ സ്യൂട്ട്, ക്രോസ് ബോർഡർ മെർജർ, പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിംഗ്, സ്ട്രിക്റ്റ് റൂൾ ഫോർ ഓഡിറ്റേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയേഴ്സ്. പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, മാക്സിമം നമ്പേഴ്സ് ഓഫ് പ്രൈവറ്റ് കമ്പനി എത്രയാണ്? 200. ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഡിഫൈൻഡ്. എന്തൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്നുള്ളത് സെക്ഷൻ 160 പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ കോമ്പോസിഷൻ ഓഫ് ബോർഡ്, ഒരു ബോർഡിൽ അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ കോമ്പോസിഷൻ മിക്സ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.